ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. തേങ്ങ പൂണ്ടിട്ട് അതിൻ്റെ ആ ബ്രൗൺ പോർഷൻ കളഞ്ഞിട്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഫ്രൈ പാന് ചൂടാക്കിയിട്ട് അതിലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. കളറ് മാറാതെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഏത് ബൗളിലാണോ പുഡിങ് സെറ്റ് ചെയ്യണത് ആ ബൗളിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് പരത്തി നമുക്ക് തട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാത്ത പാലാണിത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം മറ്റൊരു ബൗളിൽ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒറ്റ കട്ടകളും ഇല്ലാതെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽക്ക് ചേർത്ത ഉടനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അത് കോൺഫ്ലോർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തിക്കായി പോവും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ ഈ പാലിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്ക് അത് നേരത്തെ മാറ്റി വെച്ച ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ ചൂടോടൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് അതവിടെ മാറ്റി വെക്കാം, അതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ. ആ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സിമ്പിൾ. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കവറിൽ ഹോൾ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ടുകൊടുക്കാം. അപ്പോൾ ക്രീമിൽ കളർ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ ഈ തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്കിത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണത്. അപ്പോൾ അധികം ലെയറുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ എന്ന സിമ്പിളായ ഒരു പുഡിങ്ങാണിത്. ചൈന ഗ്രാസോ മറ്റേ ജലാറ്റിനോ ഒന്നും വേണ്ടാത്ത ഒരു സിമ്പിൾ പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.